വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ LDFന്റെ പരാജയം ജനങ്ങൾ ഉറപ്പിച്ചു കഴിഞ്ഞുവെന്ന് കോട്ടയം MP കെ ഫ്രാൻസിസ് ജോർജ്. മൂവാറ്റുപുഴ നിയോജകമണ്ഡലത്തിലെ UDF സ്ഥാനാർത്ഥി മാത്യു കുഴൽനാടന്റെ തെരഞ്ഞെടുപ്പ് കൺവെൻഷൻ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. വരുന്ന തെരഞ്ഞെടുപ്പിൽ LDFന്റെ പരാജയം ജനങ്ങൾ ഉറപ്പിച്ചു കഴിഞ്ഞുവെന്ന് കെ ഫ്രാൻസിസ് ജോർജ് MP പറഞ്ഞു. UDF സ്ഥാനാർത്ഥി മാത്യു കുഴൽനാടന്റെ നിയോജകമണ്ഡലം തെരഞ്ഞെടുപ്പ് കൺവെൻഷൻ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. കേരളത്തിലെ ജനങ്ങൾ ഈ സംസ്ഥാനത്തൊരു മാറ്റം ആഗ്രഹിക്കും. കാരണം കഴിഞ്ഞ 10 വർഷത്തെ ദുർഭരണം അതിൽ കുറച്ച് വിശേഷിപ്പിക്കാനായിട്ട് കഴിയില്ല. കാരണം ധൂർത്തും കെടുകാര്യസ്ഥതയും അഴിമതിയും ധിക്കാരവും ധാർഷ്ട്യവും നിറഞ്ഞ ഇതുപോലൊരു ഭരണം കേരളത്തിൽ ഇതിനു മുൻപ് ഒരിക്കലും ഉണ്ടായിട്ടില്ല. എത്രയോ ഇടതുപക്ഷ ഗവൺമെന്റുകൾ ഇവിടെ വന്നിട്ടുണ്ട്. കേരളം രൂപീകരിച്ചതിന് ശേഷം ആദ്യത്തെ ഗവൺമെന്റ് തന്നെ നമുക്കറിയാം EM ശങ്കരൻ നമ്പൂതിരിപ്പാടിന്റെ നേതൃത്വത്തിലുള്ള ഇടതുപക്ഷ ഗവൺമെന്റായി. അതിനുശേഷം നമുക്കറിയാം EK നായനാർ വന്നു, പിന്നീട് VS അച്യുതാനന്ദൻ വന്നു. ആ മുഖ്യമന്ത്രിമാരുടെയൊക്കെ നേതൃത്വത്തിൽ നടന്ന ഭരണം പല അഭിപ്രായ വ്യത്യാസങ്ങളും ഒക്കെ ഉണ്ടായിട്ടുണ്ടാകാം പല കാര്യങ്ങളിലും. പക്ഷെ ഒരിക്കലും ഇതുപോലെ ധൂർത്തും ധിക്കാരവും ധാർഷ്ട്യവും നിറഞ്ഞ ഒരു ഭരണം മുൻപുണ്ടായിട്ടുള്ള ഇടതുപക്ഷ ഗവൺമെന്റുകൾ ഒന്നിൽ നിന്നും നമുക്ക് കാണാനായിട്ട് കഴിഞ്ഞിട്ടില്ല. ഇന്നിപ്പോ ഇടതുപക്ഷ മുന്നണിയും അതുപോലെ തന്നെ അതിന് നേതൃത്വം കൊടുക്കുന്ന CPM ഒക്കെ എത്തി നിൽക്കുന്ന സാഹചര്യം എന്ന് പറഞ്ഞാൽ വളരെ പരിതാപകരം എന്ന് പറയാതിരിക്കാൻ കഴിയില്ല. കർഷകരെ നിരന്തരം അവഗണിച്ച സർക്കാരാണിതെന്നും UDF 100 സീറ്റുകൾ നേടി അധികാരത്തിൽ തിരിച്ചെത്തുമെന്നും ഫ്രാൻസിസ് ജോർജ് MP പറഞ്ഞു. മുസ്ലിം ലീഗ് സംസ്ഥാന സെക്രട്ടറി അഡ്വക്കേറ്റ് മുഹമ്മദ് ഷാ, സ്ഥാനാർത്ഥി ഡോക്ടർ മാത്യു കുഴൽനാടൻ, ഡീൻ കുര്യാക്കോസ് MP, KM സലീം, KM അബ്ദുൾ മജീദ്, KM പരീദ്, PM അമീർ അലി, ജോസ് വള്ളമറ്റം, KG രാധാകൃഷ്ണൻ, ജോസ് പെരുമ്പള്ളിക്കുന്നേൽ, ഉല്ലാസ് തോമസ്, ഹാജി PS സലീം, രാജു P നായർ, PP എൽദോസ്, സാബു ജോൺ, സുഭാഷ് കടക്കോട്, PA ബഷീർ, ഷൈസൻ P മാങ്ങഴ, വർഗീസ് മാത്യു, ജോയ്സ് മേരി ആന്റണി, PV അബ്ദുൽ സലാം, മുഹമ്മദ് പനിക്കൻ, OM സുബൈർ, റജി P ജോർജ്, KC കബീർ, ടോം കുര്യച്ചൻ, തോംസൺ പീച്ചപ്പള്ളി, MS സുരേന്ദ്രൻ, ബേബി ജോൺ, K ഭദ്രപ്രസാദ്, NK അനിൽകുമാർ, PM ഏലിയാസ്, പായിപ്ര കൃഷ്ണൻ, മൻസൂർ PM എന്നിവർ പങ്കെടുത്തു.